ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വളരെയേറെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു നല്ല റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. പാവയ്ക്കയും വെണ്ടയ്ക്കയും ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? കുറച്ച് ഉപ്പോ വിനാഗിരിയോ ഒക്കെ കലക്കി വെള്ളത്തിലേക്ക് ഇതങ്ങോട്ട് മുക്കി വയ്ക്കും. 10-15 അല്ലെങ്കിൽ 20 മിനിറ്റോ ഈ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം അതിൽ നിന്നെടുത്ത് നന്നായിട്ട് കഴുകി കറി വയ്ക്കും. ഇങ്ങനെ തന്നെയാണ് മിക്കവരും ചെയ്യുന്നത്, ശരിയല്ലേ? നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ വിളഞ്ഞ് പാവയ്ക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ വെറുതെ അങ്ങോട്ട് കഴുകി കറി വെച്ചാൽ മതി. എന്നാൽ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന പാവയ്ക്കയിൽ ധാരാളം വിഷം അടിച്ചിട്ടുണ്ട്. അതായത് പൂ വിരിയുമ്പോൾ മുതൽ വിഷം അടിച്ചു തുടങ്ങിയ നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെ ഇവയെല്ലാം വിഷത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത്. മറ്റുള്ള പച്ചക്കറികൾ പോലെ തോല് ചെത്തി കളഞ്ഞിട്ട് കറി വയ്ക്കാൻ പറ്റുന്നവയല്ല വെണ്ടയ്ക്കയും പാവയ്ക്കയും. മുള്ളുകളും കുഴികളും ഒക്കെയുള്ള പാവയ്ക്കയിലേക്ക് കീടനാശിനി പ്രയോഗിക്കുമ്പോൾ ആ കീടനാശിനികൾ പാവയ്ക്കയുടെ ആ കുഴികളിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കും. ഉപ്പും വിനാഗിരിയൊക്കെ കലക്കിയ വെള്ളത്തിലേക്ക് ഇങ്ങനെയുള്ള പാവയ്ക്ക എത്ര നേരം മുക്കി വെച്ചാലും അതിലെ കീടനാശിനി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. വെള്ളത്തിൽ മുക്കി വെച്ച് പാവയ്ക്ക ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലൊരു ബ്രഷ് ഉപയോഗിക്കാം. ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ബ്രഷിൻ്റെ ആ ബ്രിസിൽസ് പാവയ്ക്കയുടെ കുഴികളിലേക്കെല്ലാം ഇറങ്ങിച്ചെന്ന് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കീടനാശിനിയുടെ അംശങ്ങളെല്ലാം ഇളക്കിക്കളയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക ക്ലീൻ ചെയ്യാനും ഇതുപോലൊരു ബ്രഷ് അത്യാവശ്യമാണ്. നിറയെ രോമങ്ങളുള്ള വെണ്ടയ്ക്കയുടെ സർഫസിലേക്ക് പൊടിയും അഴുക്കും കീടനാശിനിയും എല്ലാം പറ്റിപ്പിടിച്ചിരിക്കും. വെണ്ടയ്ക്കയും ഇതുപോലെ വെള്ളത്തിലേക്കിട്ട് വെറുതെ കഴുകിയെടുത്താൽ നമുക്കിവയൊന്നും പൂർണ്ണമായിട്ട് അങ്ങോട്ട് കഴുകിക്കളയാൻ പറ്റില്ല. ഉപ്പോ വിനാഗിരിയോ കലക്കി വെച്ച വെള്ളത്തിലേക്ക് മുക്കി വെച്ച വെണ്ടയ്ക്ക 10-15 മിനിറ്റിന് ശേഷം ഇതുപോലൊരു ബ്രഷ് വെച്ച് കഴുകി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ആ വെള്ളത്തിൽ എന്തുമാത്രം അഴുക്കാണെന്ന് നോക്കിക്കേ. അപ്പോൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന വെണ്ടയ്ക്കയും പാവയ്ക്കയും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ഇതുപോലൊരു ബ്രഷ് യൂസ് ചെയ്യുക. ചിലപ്പോഴൊക്കെ നമ്മൾ ഉള്ളി വാങ്ങുമ്പോൾ അതുപോലുള്ള കേടായ ഉള്ളിയോ സവാളയോ ഒക്കെ കിട്ടാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിക്കൊട്ടയിൽ നോക്കിയാൽ അറിയാം, തീരെ ചെറിയ പൊടി പോലുള്ള ഉള്ളികൾ ഉണ്ടാവും. കേടായി തുടങ്ങിയ ഉള്ളിയും സവാളയൊക്കെ നമ്മൾ വെറുതെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളയും. ഇതുപോലുള്ള തീരെ ചെറിയ ഉള്ളികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് വീട്ടമ്മമാർക്ക് വലിയൊരു തലവേദന തന്നെയാണ്. പൈസ കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ട് എറിഞ്ഞ് കളയാനും തോന്നില്ല, ശരിയല്ലേ? ചീഞ്ഞ് കേട് വന്ന ഉള്ളികളും ഇതുപോലുള്ള ചെറിയ പൊടി പോലെ ഉള്ളികളും ഒന്നും ഇനി ആരും വെറുതെ കളയണ്ട കേട്ടോ. അത് നമുക്ക് റീയൂസ് ചെയ്ത് നമ്മുടെ ഫുഡ് തന്നെ ആക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന നല്ല എളുപ്പമുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. മണ്ണൊക്കെ കിട്ടാൻ സൗകര്യമുള്ളവരാണെങ്കിൽ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ട്രേയിലേക്കോ കുറച്ച് മണ്ണെടുക്കാം. ഇനി ഈ മണ്ണിലേക്ക് നമ്മുടെ കേടായ ഉള്ളിയോ സവാളയോ അതുപോലെ തന്നെ പൊടി ഉള്ളികളൊക്കെ ഇതുപോലെ ഒന്ന് നട്ടുവെക്കാം. മണ്ണ് കിട്ടാനില്ലാത്തവരാണെങ്കിൽ ചകിരിച്ചോറോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റൊക്കെ വളക്കടയിൽ വാങ്ങാൻ കിട്ടും. അത് കുറച്ച് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. നന്നായിട്ട് നനച്ച മണ്ണിലേക്ക് നമ്മുടെ ഉള്ളി ഓരോന്നായിട്ട് നട്ടുവെക്കാം. ഉള്ളിയുടെ ആ വേരുള്ള ഭാഗമുണ്ടല്ലോ, അത് മണ്ണിലേക്ക് വെറുതെ ഒന്ന് കുത്തിവെച്ചാൽ മാത്രം മതി. പിന്നെ നമ്മളെടുക്കുന്ന മണ്ണിലോ ചകിരിച്ചോറിലോ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മാത്രം മതി കേട്ടോ. അത് പതുക്കെ ഒന്ന് നനച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി ചീഞ്ഞു പോകും. അതുപോലെ തന്നെ ഇത് വർക്ക് ഏരിയയിലേക്കാണ് വെക്കാറുള്ളത്. അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വല്ലപ്പോഴും ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ചീഞ്ഞ ഉള്ളികളും പൊടി ഉള്ളികളും എല്ലാം വളർന്ന് ഇത്രയായിട്ടുണ്ട്. കേടായ ഉള്ളിയും സവാളയും അതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റാത്തത്ര ചെറിയ പൊടി ഉള്ളികളൊക്കെ ഇതുപോലെ 1-2 പാത്രങ്ങളിലൊക്കെ നട്ടുവെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഉള്ളിത്തണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള ഒന്നാണ് ഉള്ളിത്തണ്ട് മുട്ടയും വെച്ചുള്ള തോരൻ. കൂടുതൽ ഉള്ളിത്തണ്ട് കിട്ടുവാണെങ്കിൽ അത് മാത്രം വെച്ച് നമുക്ക് രുചികരമായ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൈനീസ് ഡിഷും അതുപോലെ നോൺ വെജ് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടാനായിട്ട് നമുക്ക് ഈ ഉള്ളിത്തണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. 10 പൈസ പോലും ചിലവില്ലാതെ കീടനാശിനി ഒരു തുള്ളി പോലും പ്രയോഗിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത്രയും പഴം എടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പഴം വാങ്ങിക്കുമ്പോൾ അതങ്ങനെ ആരും കഴിക്കാതെ ബാക്കി വരാറില്ലേ? അങ്ങനെയുള്ള പഴമൊക്കെ നമ്മൾ എന്താ ചെയ്യാറ്? വെറുതെ അങ്ങോട്ട് വലിച്ചെറിയാറില്ലേ പതിവ്? ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഈ ഒരു റെസിപ്പി ചെയ്താൽ ഒരൊറ്റ പഴം പോലും വേസ്റ്റായി പോവില്ല. ഞാനിവിടെ 1 കിലോ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് മുന്നേ വാങ്ങിച്ചു വെച്ചതാണ്. ഇത് കേടായി തുടങ്ങി. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
ദാ കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം പഴം അരച്ചെടുക്കാൻ. പഴമൊക്കെ അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. 1/2 കിലോ ശർക്കരയാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത്. ശർക്കരയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയിലെ കല്ലും പൊടിയൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയാണ് കേട്ടോ ഉരുക്കിയെടുക്കുന്നത്. കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചീകിയിട്ടാലും മതി. പിന്നെ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാട്ടോ. ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ പേസ്റ്റ് പോലെ അരച്ചു വെച്ചേക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം. പച്ചപ്പഴമല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തത്, അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പഴം നന്നായിട്ട് വരട്ടി അതിൽ വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴവും ശർക്കര പാനിയും ചേർത്ത് നല്ലതുപോലെ വരട്ടി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്വീറ്റ്സിലൊക്കെ നന്നായിട്ട് കെമിക്കൽസും അതുപോലെ പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഒരല്പം ബുദ്ധിമുട്ടിയാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മായമില്ലാത്ത നല്ല ഫുഡ് കൊടുക്കാമല്ലോ. പഴവും ശർക്കരയും ചേർത്ത് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയ ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആകെ നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഏലക്ക പൊടിയും നെയ്യും ഒക്കെ ചേർത്ത് വരട്ടിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എള്ള് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് കുറച്ച് കൂടുതൽ നട്ട്സ് ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറവ് ഇടുന്നതായിരിക്കും ഇഷ്ടം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വരട്ടി ഫ്രൈ ആക്കി എടുക്കണം. ഹൽവയൊക്കെ പല്ലിലൊട്ടുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ വരട്ടൽ അങ്ങ് ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് വരട്ടി ഫ്രൈ ആക്കി എടുത്താൽ ഒരു ഹൽവയും പല്ലിൽ ഒട്ടിപ്പിടിക്കില്ല. മൈദയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് കേട്ടോ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് വരട്ടി ഫ്രൈ ആയിട്ട് വന്നപ്പോൾ നമ്മുടെ ഹൽവ ബോൾ പോലെ വന്നിരിക്കുന്നതുണ്ടോ. ഇതാണ് കേട്ടോ ഹൽവയുടെ പരുവം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അധികം എണ്ണയോ നെയ്യോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഹൽവയുടെ ഉള്ളിൽ നിന്നും അതെല്ലാം ഊറി വരും. നമ്മളിപ്പോൾ പാകത്തിന് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നെയ്യൊന്നും ഊറി വരാത്തത്. ചൂടോടെ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം. അല്പം നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഹൽവ ഇട്ടതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയാണിത്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്